തിരുമേനി ഒരിക്കൽ കൂടി കാണാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും സഭാതർക്കം സഹായിക്കുക സ്ഥാപിത താല്പര്യക്കാരെ ഹൈക്കോടതി, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തയും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഹൈക്കോടതി ഇത്തരം ഒരു പരാമർശം നടത്താനുള്ള സാഹചര്യം, അതിനെക്കുറിച്ചൊന്ന് തിരുമേനി ഒന്ന് വ്യക്തമാക്കിയാൽ. എനിക്ക് ഞാനത് മനസ്സിലാക്കുന്നത് വടവുകോട് ഇടവക ഉൾപ്പെടെയുള്ള 8 ദേവാലയങ്ങളിൽ നടന്നിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോഡ്, അതിനെക്കുറിച്ചുള്ള ഒരു വാദത്തിൽ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ ഉണ്ടായ ഒരു പരാമർശങ്ങളാണ്. അത് കഴിഞ്ഞ ആഴ്ച ഓപ്പൺ കോർട്ടിൽ അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്നത് വാർത്തയായിരുന്നു. ഇന്നലെ വീണ്ടും, ഇപ്പോഴും അത് ഓർഡർ അല്ല, എന്നാൽ ഇന്നലെ വീണ്ടും അത് കോടതി പരാമർശിക്കുകയും കോടതിയെ ചോദ്യം ചെയ്യുന്ന മാതിരി ഒരു വക്കീലെ സംസാരിച്ചപ്പോൾ വക്കീലിനെ വാൺ ചെയ്തെന്നും ഒക്കെയുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കേസ് വീണ്ടും ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക്, അപ്പോഴേ ആദ്യം പറയാനുള്ളത് ഇനിയൊരു പുതിയ ജഡ്ജ്മെൻറ്റ് പറയാനല്ല, ഈ കാര്യങ്ങളിൽ എന്താണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ നോക്കുന്നത്, വിധി സമാധാനപരമായി നടപ്പാക്കാനുള്ള സംവിധാനം എന്താണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൽ വളരെ കൃത്യതയോടെ പറയുന്നു. ഇന്ന് ഈ ഹെഡിങ് മനോരമയുടെ ഇത് ഞാനും ഇത് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. ഒരുവിധം നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് പത്ര റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇന്നലെ മാധ്യമങ്ങളിലും ഇത് തന്നെ വരികയും ചെയ്തു. അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ചിന്ത എന്ന് പറയുന്നത്, ഈ ഹൈക്കോടതിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക, യാക്കോബായ എന്ന് ഒരു കൂട്ടർ സ്വയം അവർ മാത്രമാണ് സഭ, മറ്റുള്ളതൊക്കെ വെറുതെ സമുദായങ്ങളാണ്. പിന്നെ ഓർത്തഡോക്സ് സഭ മെത്രാൻ കക്ഷികളാണ്. അത് അങ്ങനെയാണ്, കാരണം അവരുടെ നേതാവ് അങ്ങനെയാണ് അവരെ വിളിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യാക്കോബായ സഭയ്ക്ക് അതാണ് സഭ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നിഗമനങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ പുറത്തുള്ള ഈ സമൂഹം മുഴുവൻ ഇത് കേട്ട് മടുത്തു. യാഥാർത്ഥ്യം എന്താ, ഇവിടെ ഈ പറയുന്ന യാക്കോബായ സഭ എന്ന് സ്വയം അവകാശപ്പെടുന്ന മലങ്കര സഭയിലെ ഒരു വിഘടിത വിഭാഗം, പറഞ്ഞാൽ കേൾക്കാത്തൊരു വർഗം, കോടതി പറഞ്ഞാൽ കേൾക്കാത്ത വർഗം, സഭ പറഞ്ഞാൽ കേൾക്കാത്ത വർഗം, സമൂഹത്തോട് ധിക്കാരപരമായി ഇടപെടുന്ന വർഗം, അവരെ മടുത്തു. ഇറ്റ്സ് എ പബ്ലിക് ന്യൂയിസൻസ്. It's a nuisance for the revenue department. It's a nuisance for the police department. It is a headache to the government, state government. ആ പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിലുള്ള അസഹിഷ്ണുതയാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധി നടപ്പാക്കുന്നതിൽ കോടതി ആനന്ദം കാണുന്നില്ല. വളരെ കൃത്യമായ വാക്കുകളാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ലാതെ വിധി നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ വിധി നടപ്പാക്കാൻ ഫോഴ്സ് ഉപയോഗിക്കുന്നതിൽ കോടതിക്ക് സന്തോഷമേ ഉള്ളൂ. ആനന്ദം, സന്തോഷം, ഈ 2 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എന്താണ്, ഞാൻ ഓപ്പൺ കോർട്ട് കേട്ടില്ല, പക്ഷേ പത്ര മാധ്യമങ്ങളെ നമുക്ക്
വിശ്വസിക്കാമെങ്കിൽ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. അപ്പോൾ അതിൽ നിന്ന് കാണിക്കുന്നൊരു സത്യം എന്താ? ഇതൊരു കോടതി പറയുന്നത് എന്താ? ഈ ഡിസ്പ്യൂട്ടിൽ അല്ലേ മലങ്കര സഭ ഒന്നേ ഉള്ളൂ. അതിൻ്റെ ഭരണഘടന 1934 ഈ സഭയുടെ അസോസിയേഷൻ പാസ്സാക്കിയിരിക്കുന്ന ഭരണക്രമമാണ്. ആ ഭരണഘടന അനുസരിച്ച് ഇത് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ആ ഭരണഘടന അനുസരിച്ച് ഉള്ള മലങ്കര മെത്രാപ്പോലിത്ത വികാരി വിശ്വാസികൾ വളരെ കൃത്യമായൊരു സംവിധാനമാണിത്. ആ സംവിധാനത്തിലുള്ളവർക്ക് ഇതിൽ ചേർന്ന് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈ സംവിധാനത്തിലേക്ക് വരാം. അതാണ് കോടതി പറയുന്നത്. നിങ്ങൾ ഈ സംവിധാനത്തിൽ ചേർന്ന് നിൽക്കും, നിങ്ങളെ ആരെയും പുറത്താക്കില്ല. പണ്ടെങ്ങാണ്ട് ഈ KPSCD ആയിരുന്നു ഒരു നാടകം, ആരും അന്യരല്ലാന്നോ അതോ സിനിമ, അങ്ങനെ സഭയിൽ ആരും അന്യരല്ല. നിങ്ങൾക്കെല്ലാം ഈ ഘടനയനുസരിച്ച് ഈ സഭയിൽ സ്ഥാനമുണ്ട്. വേറൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ സഭക്കാരനല്ല, ഈവൻ ക്രിസ്ത്യാനി പോലും അല്ലാത്ത ഒരാൾ വന്നിട്ട് എനിക്ക് ക്രിസ്തു തത്വങ്ങൾ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ ക്രിസ്ത്യാനിയാവാൻ ആഗ്രഹിക്കുന്നു, എന്നെ പള്ളിയിൽ ചേർക്കണം എന്ന് പഴഞ്ഞി സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വന്ന് പറഞ്ഞാൽ, വികാരിക്കത് ബോധ്യപ്പെട്ടാൽ വികാരി അത് മെത്രാപ്പൊലീത്തയെ അറിയിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്വാസോപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ വേണ്ടുന്ന കൂദാശകൾ നൽകി ഇടവയിലേക്ക് എടുക്കുകയും ചെയ്യും അല്ലേ? ആ എടുത്തു കഴിഞ്ഞാൽ ആ വന്ന ആൾക്കും തലമുറകളായിട്ട് ഇടവക ഭരിക്കുന്ന വക്കീലിനും ഈക്വൽ റൈറ്റ് അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവൻ ഇന്നലെ വന്നവനാണ്, ഇവൻ മിനിഞ്ഞാന്ന് വന്നവനാണ്, ഒന്നുമില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ അനേക തവണ റിവ്യൂ ചെയ്ത് പഠിച്ച് ഒടുവിൽ സുപ്രീം കോടതി ആ സംവിധാനമാണ് മലങ്കര സഭയുടെ ഭരണക്രമം എന്ന് വളരെ കൃത്യമായിട്ട് ഒരു സന്ദേഹത്തിനും സംശയത്തിനും ഇനി ഇട നൽകാത്ത മാതിരി പറഞ്ഞു. അതാണ് രാജ്യത്തിൻ്റെ കീഴ്ക്കോടതികളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതെന്ത് ചെയ്താൽ അനുസരിക്കില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഇങ്ങനെ സെവേറിയസ് തിരുമേനി പറഞ്ഞു, ഇങ്ങനെ യാക്കോബായ സഭ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ, ചാനലുകാർ ചോദിച്ചപ്പം സെവേറിയസ് തിരുമേനി പറഞ്ഞു, ഇവിടെ യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ എന്നല്ല, മലങ്കര സഭ. മലങ്കര സഭയുടെ ഒഫീഷ്യൽ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാണ്. മലങ്കര സഭയിൽ യാക്കോബായ വിഭാഗം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഗാബോഹ്രീനോ ആയാലും കൊള്ളാം, വിഘടനായാലും കൊള്ളാം, സമാന്തര ഭരണം ചോദിക്കുന്നവരായാലും കൊള്ളാം, ഞാൻ പറയുന്നു ഇറ്റ്സ് എ പബ്ലിക് ന്യൂയിസൻസ് ആണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് യഥാർത്ഥ യാക്കോബായക്കാരല്ല, യഥാർത്ഥ യാക്കോബായക്കാർ നമ്മളാണ്, മലങ്കര സഭയാണ്. ആരും അതിനെ ഉൾക്കൊള്ളാതെയല്ല പറയുന്നത്, മലങ്കര സഭയോട് ചേർന്ന് നിൽക്കുന്ന ഇത് യാക്കോബായ സഭ, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, കൽക്കദോന്യേതര വിശ്വാസത്തിൻ്റെ പ്രണയതാക്കളായി നിന്ന സമൂഹത്തിന് യാക്കോബ് ബുർദാന നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ പട്ടം അന്ത്യോക്യ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പട്ടം അലക്സാന്ദ്രിയയിൽ നിന്നാണ്. അപ്പോൾ അവിടെ യാക്കോബായക്കാർ എന്ന് പറയുന്ന വരെ 3 പൊതുസുന്നകദോസുകളിൽ സത്യവിശ്വാസമാകുന്ന പാറമേൽ എന്നൊരാൾ പറയുന്നത് കേട്ട് പത്രോസാ പാറാന്ന്. പത്രോസ് പാറയല്ല, പത്രോസ് മനുഷ്യനാണ്. പത്രോസ് ലീഗ മനുഷ്യനാണ്. എല്ലാ ബലഹീനതകളും ഒപ്പം ആ ബലഹീനതയെ കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും ലഭിച്ച
സ്ലീഹന്മാരിൽ ഒന്നാമൻ, അതുകൊണ്ട് തന്നെ സ്ലീഹന്മാരിൽ തലവൻ, സ്ലീഹന്മാരുടെ പ്രതിനിധി, സ്ലീഹന്മാരിൽ മൂപ്പൻ, ഇതൊക്കെ വിശുദ്ധ പത്രോസ് ശ്ലീഹയാണ്. ആ പത്രോസ് ശ്ലീഹ സ്ലീഹന്മാരുടെ സംയുക്തമായിട്ട് അല്ലേ ഒരു സമൂഹത്തിൻ്റെ പ്രമേയം ഒരാളല്ല അവതരിപ്പിക്കുക. അതെ, അല്ലേ? പത്രോസ് ശ്ലീഹ യേശു ക്രിസ്തുവിലുള്ള നീ മശിഹായാകുന്നു വിശ്വാസമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസമാകുന്ന പാറമേൽ the faith of this faith which is said, proclaimed by Peter, as the apostolic faith, അതിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ പത്രോസ് പാറയാ, വേറെ ബാക്കിയുള്ളവരെല്ലാം ഇത് പാറയല്ലാത്തതാ. ഇങ്ങനെയൊക്കെയുള്ള ദുർബല വ്യാഖ്യാനങ്ങൾ. ഒന്നാമത് ഏതെങ്കിലും നല്ല തിയോളജിക്കൽ ഓറിയൻറ്റേഷനുള്ള സ്ഥലത്ത് പോയി പഠിക്കണം. അല്ലാതെ ഒരു വല്ല മുറിവാക്കി അവിടുന്ന് എടുത്തിട്ട് എന്തെങ്കിലും എന്നിട്ട് ഞങ്ങൾ ഇത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിനെ ഷോർട്ട് ചെയ്ത് പറയുമ്പോൾ ഓർത്തഡോക്സ് സഭ എന്ന് പറയും. അത് ഇന്ത്യയിലുള്ള സഭയായതും ഓർത്തഡോക്സ് സഭയായതുകൊണ്ട് അതിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയും. അതിനെ പറയാത്ത ഏക പേര് മെത്രാൻ കക്ഷികൾ എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഇവരെ വഴി തെറ്റിച്ച് ഇവരെ ഈ പരുവത്തിലാക്കിയവരുടെ ഒരു നേതാവുണ്ട്. നേതാവിൻ്റെ പേര് പറയാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല, പക്ഷേ പറയേണ്ട കാര്യമില്ല. ആ നേതാവിൻ്റെ ഒരു വാക്കാണ് മെത്രാൻ കക്ഷികൾ. മെത്രാൻ കക്ഷികൾ ഞാൻ ഇച്ചിരി കൂടെ കടന്നങ്ങ് പറയാ. അതെല്ലാം ഇവർ പാടിക്കൊണ്ടിരിക്കുക. എത്ര വിവരമുള്ളവനായാലും വക്കീലിന് തോന്നുന്നുണ്ട് ഇവർക്ക് കാര്യം അറിയാഞ്ഞിട്ടാണ്. എല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം അപ്പം സെവറസ് തിരുമേനി എന്താ പറഞ്ഞ്, ഇവിടെ യാക്കോബായ വിഭാഗം എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇവിടെ ഒരു മലങ്കര സഭയേ ഉള്ളൂ. ഹൈക്കോടതി അതിനെ ആവർത്തിച്ചത്. തിരുമേനി പറഞ്ഞ് അതുപടിയല്ലേ ഹൈക്കോടതി പറഞ്ഞേ. കാരണം എന്താ? സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ സെവറസ് തിരുമേനി പറഞ്ഞത്, ആ റിയാലിറ്റിയെ വീണ്ടും ഹൈക്കോടതി ആവർത്തിക്കുന്നത്, ഇന്നലെ ഇന്നുമൊക്കെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നിരാകരിച്ചിട്ട് എന്നിട്ട് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മൂലയിൽ കോർപ്പിസ്കോപ്പ ഒരു മറുപടി തരുന്നത്. അപ്പോൾ എൻ്റെയും കൂടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഉറ്റ സുഹൃത്താനൊക്കെ ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല. ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല. ഇവിടെ ആവർത്തിക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ ഒരു വാക്കൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിയോ ജാക്കോബൈറ്റിസം, നവയാക്കോബായക്കാർ. അതാണ് 2002 ഉണ്ടായത്. ആ നവയാക്കോബായത്വം, അതിന് മറ്റു പല പേരുകളും വേണേൽ വിളിക്കാം. അന്ത്യോക്യ ഒന്നും അറിഞ്ഞുപോലുമില്ല. അന്ത്യോക്യ ഇപ്പം തുർക്കിയിലുള്ള ഒരു വില്ലേജാണ്. അന്ത്യോക്യയിൽ ആരും ഇരിക്കണമില്ല ഇപ്പോൾ. അത് പിന്നെ പോട്ടെ, ടൈറ്റിലാണ്. ആ അന്ത്യോക്യയും ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായ ആ സ്ഥലത്തെയും പരിഹസിക്കാൻ വേണ്ടി ഒരു കൂട്ടരിവിടെ സ്വയം ഉണ്ടായിരിക്കുക. അവരുടെ ഞാൻ നേരത്തെ ഉപയോഗിച്ചൊരു വാക്കാണ് അന്ത്യോക്യത്തരം. ആ അന്ത്യോക്യത്തരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഴയ പല ചിത്രങ്ങൾ വരുന്നുണ്ട്. ശവപ്പെട്ടി ഉണ്ടാക്കുക, അതിൽ പൗലോസ്തീയൻ്റെ പടം ഒട്ടിച്ച് വയ്ക്കുക. നാണമില്ല ഇവർക്ക്. മലങ്കര സഭ ഈ ദേശത്തെ സ്വയശീർഷകത്വമുള്ള, മാർത്തോവൻ പൈതൃകമുള്ള, സുറിയാനി സംസ്കൃതിയുള്ള, വ്യക്തമായ ഒരു ഭരണ സംവിധാനം ഉള്ള, രാജ്യത്തിൻ്റെ കോടതികളുടെ സമ്പൂർണ്ണ സപ്പോർട്ടിൽ ഉള്ള ഒരു സഭയാണ്. അതാണ് സെവറസ് തിരുമേനി പറഞ്ഞത്. അതിൽ വിഭാഗങ്ങളില്ല, വിഭാഗീയതയില്ല. വിഭാഗീയത ഉണ്ടാകാൻ ഒക്കില്ല.
അതാണ് തിരുമേനി പറഞ്ഞതും അതാണ് കോടതികൾ ഇപ്പോൾ ആവർത്തിക്കുന്നത്. അതിലെ ഒരു മാർഗവും ഇല്ലാതെ വന്നാൽ അവർ തന്നെ തിരുമേനി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ലത്തീൻ കോളനിവൽക്കരണത്തിൻ്റെ കാലം മുതലേ അല്ലേ, ആ കോളനിവൽക്കരണം ഉണ്ടായി, ജനങ്ങളെ സ്വാധീനിച്ചു. അന്നൊന്നും ഇതുപോലെ കോടതി സംവിധാനങ്ങൾ ഇത്ര ശക്തമല്ലാത്തൊരു കാലത്ത് കുറേ ദേവാലയങ്ങൾ ഉൾപ്പെടെ മലങ്കര സഭയെ വിഭജിച്ച് അത് കൊണ്ടുപോയി. ആ ലത്തീൻവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ആംഗ്ലിക്കൻ മിഷണറീസ് ഇവിടെ വന്നു. ആംഗ്ലിക്കൻ മിഷണറീസ് വന്നിട്ട് അവർ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ കൈകടത്താൻ തുടങ്ങിയപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. പഴഞ്ഞിപ്പള്ളിയിൽ വെച്ച് കിഴങ്ങൻ ഫിലക്സിനോസ് തിരുമേനിയിൽ നിന്ന് പട്ടം ഏറ്റ നാട്ടുമെത്രാൻ, ആദ്യത്തെ ഒഫീഷ്യൽ വിളംബരമുള്ള മലങ്കര മെത്രാപ്പോലീത്ത പറഞ്ഞു, അതെ കാര്യമൊക്കെ കൊള്ളാം, നാളെ രാവിലെ മുതൽ സെമിനാറിലേക്ക് കയറിയിക്കില്ലെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരനായ സെമിനാറിൻ്റെ പ്രിൻസിപ്പാളായിട്ട് ചുമതലയിരുന്ന ആളോട് പറഞ്ഞു, എവറിത്തിങ് ഫൈൻ, ഡോണ്ട് കം ടു മൈ സെമിനാരി ഫ്രം ടുമോറോ ഓൺവേർഡ്സ്, because you are supposed to teach here English, languages and common things from the Bible, but not on our faith. അങ്ങനെ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള പിതാക്കന്മാരാണ് നമുക്കുള്ളത്. അപ്പോൾ മാവേലിക്കര പടിയോല അതിന് ശേഷം ഉണ്ടായി അല്ലേ. 1936 ആയപ്പോഴേക്കും മാവേലിക്കര പടിയോല ഉണ്ടായി. ആ ഇഷ്യൂസ് സെറ്റിൽ ചെയ്തു. ആ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി. കൊല്ലം നമ്മളല്ല കോടതിയിലെ മറ്റോ വിധിയായിരുന്നു. അതനുസരിച്ച് ആ കോടതി വിധി എന്ത് പറഞ്ഞു അതിന് പ്രകാരം സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ ഇഫക്റ്റ് നവീകരണമെന്ന് പറഞ്ഞു തുടങ്ങി. അതിൻ്റെ സെറ്റിൽമെൻ്റ് ഉണ്ടായി. സെറ്റിൽമെൻ്റ് ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായി? അതൊരു രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഇതായിരുന്നു. തീരുമാനം വന്നപ്പോൾ, കോടതിയുടെ തീർപ്പ് വന്നപ്പോൾ അതനുസരിച്ച് അതിനെ വില കൽപ്പിച്ച്, മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ അന്ന് ഈ അഴകുഴപ്പം പരിപാടിയല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് നിൽക്കുന്ന സമയമാണ്. അവര് മാറിപ്പോയി. ഇപ്പം രാജാക്കന്മാരുടെ ഭരണകാലത്ത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒക്കെ കോടതി വിധിയെ അതുപടി അംഗീകരിക്കല്ലാതെ വേറെ ഓപ്ഷനില്ല. വീണ്ടും ഈ വിഷയങ്ങൾ കൊണ്ടുവന്നു, പാരലൽ പരിപാടികൾ. അത് 1911 വീണ്ടും പറയുന്നത് കേട്ടത് മണവത്തച്ഛനോ ഇത് മുഴുവൻ കൗതാശിക ഇത് മുഴുവൻ ഇങ്ങനെ പകുത്തിട്ട് 4ആയിട്ട് കൊടുത്തു. അതിൽ ഈ ഭാഗം മുഴുവൻ വന്ന അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ കയ്യിലാണ്. ഇവിടെ ജിയസ്കോറസ് പറയും എപ്പോട്ടെ എക്ലീസിയാണ് എന്ന് പറഞ്ഞാൽ പള്ളി പോയി പറഞ്ഞാൽ മതി. മനസ്സിലായോ? നമ്മുടെ മുകളിൽ നമ്മളറിയാതെ ആരെങ്കിലും നമ്മുടെ അധികാരിയായിട്ട് അടിച്ചേൽപ്പിക്കാൻ വന്നാൽ അത് നടക്കുകയില്ല. ഇതൊരു സ്വതന്ത്ര രാജ്യത്തെ സ്വാതന്ത്ര്യമുള്ളൊരു പൗരത്വ സമൂഹമാണിത്. എന്നിട്ട് സ്വയം പറയും ഞങ്ങൾ യാക്കോബായ സഭയാണ്, മറ്റവരൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ഏതാണെന്നും സഭ ഏതാണെന്നും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മറ്റ് തലങ്ങളിലേക്ക് ഞാൻ കടന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എക്യുമെനിക്കൽ സമിതികൾ ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള സമിതികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവരുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്, ഞങ്ങൾ എന്താ ഈ വിഷയത്തിൽ ചെയ്യണ്ടേ. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ അതിൻ്റെ പേരിലൊരു വിഷയം ഉണ്ടാക്കാൻ വരുന്നില്ല. വന്നാൽ ഇവിടെ ലീഗൽ സ്റ്റാറ്റസ് ഉള്ള സഭകൾക്ക് ഈ എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാനൊക്കെ ഉള്ളൂ. ഇനി അതല്ലാത്തവരെ നിങ്ങളെടുത്ത് വെക്കുന്നെങ്കിൽ
നിങ്ങളവരെയും കൊണ്ട് നടന്നാൽ ഞങ്ങളിങ്ങ് മാറിത്തരാം. അത് KCC ആയാലും NCCI ആയാലും WCC ആയാലും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു പ്രതിപക്ഷ ബഹുമാനെങ്കിലും കാണിക്കേ മലങ്കര സഭയോട്. നിങ്ങൾ ഈ മെത്രാൻ കച്ചി വിളിക്കുന്ന അത്രയും നാള് നിങ്ങളെ വിഘടനെന്ന് മാത്രമേ ഞങ്ങൾ വിളിക്കുകയുള്ളൂ, ഒരു സംശയം അതിന് വേണ്ട. അതേസമയം നിങ്ങൾക്ക് മര്യാദ കാണിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ചേർത്ത് സ്വീകരിക്കും. അല്ലാതെ ഈ മറ്റ് തരികട കളിയൊന്നും, തരികട എന്നുള്ള നല്ല മോശപ്പെട്ട വാക്കാണോ? യോജന വേണേ നീ അത് എഡിറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊണ്ടത്. ഈ സൂത്രമൊന്നും, കുൽസിത മാർഗം എന്നൊരു വാക്ക് ഉപയോഗിക്കും. കുൽസിത മാർഗം ഇവിടെ ആരാ ഉപയോഗിച്ചേ? കുൽസിത മാർഗം ആരാ ഉപയോഗിച്ചെന്ന് ഇവിടുത്തെ എല്ലാ കോടതികൾക്കും മനസ്സിലായിട്ടുണ്ട്. കുൽസിത മാർഗം ഉപയോഗിക്കുന്നവരാരാണ്, ക്രിമിനലിസം കാണിക്കുന്നത് ആരാണ്, ഇതൊക്കെ എല്ലാം കോടതികൾക്കും മനസ്സിലായിട്ടുണ്ട്. അല്ല, കോടതി പറഞ്ഞല്ലോ, ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ആരാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഗവൺമെന്റിനും മനസ്സിലായി. എനിക്ക് രാഷ്ട്രീയം പറയാൻ ഈ കാര്യത്തിൽ താല്പര്യമില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയത്തില്ലേ, തലയും വാലും കൂടെ കാണിക്കരുത്. കുറേ നാള് ഇത് കട്ടൗട്ടറൊക്കെ ഭരണകർത്താവിൻ്റെ വെച്ചുകൊണ്ട് കിടന്നു. ലാസ്റ്റ് മിനിറ്റ് വന്നപ്പം ഉൾട്ട അടിച്ചു. അവർക്ക് ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. ഓരോ വോട്ട് പെട്ടിയിൽ എത്ര വോട്ട് വീഴുമെന്ന് അറിയാനുള്ള സംവിധാനമുണ്ട് കേഡർ പാർട്ടികൾക്ക്, അല്ലേ? ഇവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്നും മാത്രമല്ല, ഇവരുടെ പിന്നാലെ നടക്കും തോറും ഉള്ള വില പോകും. അല്ലേ തന്നെ 12,000 പ്രശ്നങ്ങൾ സർക്കാരിനുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാ വേന്ദ്രന്മാർക്കും കയറി കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വളരെ വളരെ ഉന്നതത്തിലിരുന്ന ഓഫീസുകളെന്ന് നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഞാൻ കൂട്ടത്തിലൊന്ന് പറയുകയാണ്, ഈ സഭയെ അധിക്ഷേപിച്ച് ഒരുപാട് വ്യക്തിഹത്യ നടത്തുന്ന ഒരാളുടെ പേരിൽ സഭാകേന്ദ്രത്തിൽ നിന്ന് തന്നെ പല പരാതികൾ കൊടുത്തു. സൈബർ സെല്ലിൽ കൊടുത്തു, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. ഒരു പ്രതികരണവും ഇല്ല. അത് നേരെയില്ല. കാരണം ഞങ്ങൾക്ക് പാർട്ടിക്ക് പോകണം. അത് ഇറ്റാലിയൻ വനിത വിളിച്ച പിന്നെ പോകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു ജനാധിപത്യ സാക്ഷരത കേരളം, ഇത്രയും ജനാധിപത്യ മൂല്യവത്തായ ഒരു സംവിധാനമുള്ള ഒരു രാജ്യത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞാൻ എന്താ അതിൽ കൂടുതൽ പറയണ്ടേ? ഈ രാജ്യത്തെ പൗരനെ അവൻ്റെ ഒരു പരാതി കേൾക്കാൻ നേരമില്ല. പകരം അവിടുന്ന് വിളിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഇവിടെ സെറ്റപ്പ് പണി തിരക്കാണ്. ഇത് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കട്ടോ, ഉടനെ അവന് പ്രൊട്ടക്ഷനായി കരിമ്പൂച്ചകളും ഒക്കെ വന്നിട്ട്. ഇവിടുത്തെ ഒരു പാവപ്പെട്ടവനൊരു പരാതി കൊടുത്ത് നോക്ക്, വക്കീൽ എത്ര പരാതി കൊടുത്ത? ഇവിടുത്തെ പിതാക്കന്മാരെ എത്ര ആക്ഷേപിച്ച ഓരോരുത്തന്മാരെ യൂട്യൂബർ നടത്തിയിട്ടും പരാതി കൊടുത്ത തിരിഞ്ഞു നോക്കാൻ ആളില്ല. മനസ്സിലായോ? അതേസമയം ഒരു രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എല്ലാം കൃത്യതയിൽ വരും. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, മലങ്കര സഭയ്ക്ക് തമ്പുരാൻ്റെ കൃപ, ബാബാതിരുമേനി പറഞ്ഞ വാക്കുകൾ, തമ്പുരാൻ്റെ കൃപയുണ്ട്, ഈ രാജ്യത്തിൻ്റെ നിയമ സാധുതയുണ്ട്. വേറെ ആരുടെയും ഒരു ഇമ്പ്രമാത്തൂരും ലത്തീൻ ഒരു തീട്ടൂരവും മലങ്കര സഭയ്ക്ക് വേണ്ട. ഇത് അഹങ്കാരമല്ല, അഭിമാനത്തോടെ പറയാണ്. ആരും ഒരു തീട്ടൂരം ഈ സഭയ്ക്ക് വേണ്ട. ഇപ്പം തന്നെ ഇവിടെ ഈ സഭയുടെ ഔദ്യോഗിക സമിതി അസോസിയേഷൻ യോഗം കൂടുന്നു.
അപ്പോൾ ഉടനെ അതിനെതിരെ അവിടെ പരാതി, ഇവിടെ പരാതി. ഒരു കാര്യമില്ല, കയ്യിലെ കാശ് കളയാന്നല്ലാതെ ഒരു പരാതിയും നിൽക്കില്ല. 5-ാം തീയതി ചൊവ്വാഴ്ച, ഇന്നലെയല്ലേ ചൊവ്വാഴ്ച, ഇന്നലെ ഞാൻ വിധി പറയലും മുമ്പ് പരാതിയും കൊണ്ട് ഓടിക്കോളാനാണ് പറഞ്ഞേ കോട്ടയം മുനിസിപ്പൽ കോടതി. ഇന്ന് പിന്നെ അതിൻ്റെ വാർത്തയെ കണ്ടില്ല. എൻ്റെ പിള്ളേർ പറയുന്ന വാക്കുണ്ട്, പരാതി പിൻവലിച്ച് കണ്ടം വഴി ഓടുന്നു. കണ്ടം വഴിയാണോ തോട്ടുകൂടെയാണോ അതോ ഞാൻ അന്ത്യോക്യയ്ക്ക് ഫ്ലൈറ്റ് കയറിയോ അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ യാക്കോ ഉപായ സഭ നിങ്ങൾ എന്ത് യോഗം നടത്തിയാലും നമ്മളാരെങ്കിലും പിന്നാലെ ചെല്ലുണ്ടോ? നാട്ടിൽ പറയല്ലേ, എടാ നീയായി നിന്റെ പാട്ടായി. ഇത് മെത്രാൻ കക്ഷിയാണ്, ഇവരുടെ തുണ്ടുകടലാസാണ് ഭരണഘടന എങ്കിൽ ആ മെത്രാൻ കക്ഷികൾ തുണ്ടുകടലാസം കൊണ്ട് ഒരു യോഗം കൂടെ നിനക്കെന്നാണ് ആട്ടം? അതുപോലെ PR വർക്ക് നടത്തിക്കുക. എന്തിനാ? ഈ മെത്രാൻ കക്ഷികളെ ചീത്ത വിളിക്കാൻ. ഈ പരിപ്പൊന്നും നമ്മുടെ ഈ കാലത്തിൽ വേഗമില്ല. വേഗുന്നൊരു ഒരു പരിപ്പ് ആകെ ഉണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തി ഞാൻ, പോക്കി സുതപദവി കൂലിക്കാരനു സമമെന്നെ ഏറ്റടിയാനായി നിർത്തുക നിൻ മുൻപിൽ. മുടിയൻപുത്രൻ പിതാവിനോട് പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ച വാക്കാ. പക്ഷെ അത് പറയേണ്ട പോലും വന്നില്ല. ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിച്ചു. ചേട്ടന് അസൂയ തോന്നത്തക്ക രീതിയിൽ അവനെ സ്വീകരിച്ചു. വന്നാൽ സ്വീകരിക്കും. അത് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നിങ്ങൾ വന്നില്ലേ, ഇവിടെ ഉറക്കം വരായിക്കൊന്നുമില്ല. മലങ്കര സഭയ്ക്ക് വന്നാൽ സ്വീകരിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പിരിഞ്ഞുപോയ ഒരു പലരുമുണ്ട്, അവരെ പോലെ പൊക്കോ. പക്ഷെ 10 പൈസ മലങ്കര സഭയുടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അത് നടക്കൂല. നടക്കാൻ ദൈവം അനുവദിക്കില്ല. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇത് കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ചെയ്യുമ്പോഴും ഓർത്തോണം, നാളെ അതും കൂടെ വെച്ചിട്ട് പുതിയ ലിസ്റ്റ് കൊടുക്ക്. ആദ്യം 1064 അതും അവിടുന്ന് തന്നെ കൊടുത്ത ലിസ്റ്റാണ്. പിന്നെ ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സൺഡേ സ്കൂളും കുരിശുപള്ളിയും കപ്പേളയും എല്ലാം ചേർത്തിട്ട് അത് 1600 ജില്ലാനാക്കി. അങ്ങനെ ആക്കിയപ്പോഴാണ് മലങ്കര സഭയുടെ നേരിട്ട്, ഈ ആളുകളൊക്കെ മലങ്കര സഭയുടെ അംഗങ്ങളാണ്, അതുകൊണ്ട് അത് മലങ്കര സഭയുടെ തന്നെയാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മൾ നേരിട്ട് ഒന്നും മുടക്കിയിട്ടില്ലാത്ത ചില സ്ഥലങ്ങൾ പോലും ഈ ലിസ്റ്റ് കയറ്റി. ലിസ്റ്റ് കോടതി അംഗീകരിച്ചു. അപ്പോൾ അതെല്ലാം ഒറ്റ സംവിധാനമായിട്ട് മാറി. നാളെയും കുറച്ചുകൂടെ പണിതിട്ട് അതടുത്ത ലിസ്റ്റ് 1604 പറയുന്നത് കഴിഞ്ഞൊരു 2500 ആക്കിയിട്ട് പുതിയ ലിസ്റ്റ് കൊടുത്താൽ നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ അതുകൂടെ നമുക്ക് കിട്ടും. നമുക്കെന്ന് പറഞ്ഞാൽ മലങ്കര സഭയ്ക്ക്. കാരണം ഇത് വിഭജിക്കാൻ ഒക്കുകയില്ല. സമാന്തര ഭരണം ഇവിടെ നടക്കില്ല. കോടതി ഇടപെടാതെ ആനന്ദത്തോടെ അതിനാണ് ഞാൻ ആ പാട്ട് പാടിയത്. ഞങ്ങൾക്ക് അത് ഇപ്പം ജീവിച്ചിരിക്കുന്ന വ്യക്തികളോടൊന്നല്ല പറയുന്നത്. തോമസ് ലീഗാട് പറഞ്ഞാൽ മതി. ഞാൻ വക്കീലിൻ്റെ പഴഞ്ഞിപ്പള്ളിയിലെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെന്ന് വന്നു. ഇവിടെ ഈ അന്ത്യോക്യ പാത്രിക്കീസ് വരുന്നതിന് മുമ്പ് എത്ര സെൻറ്റ് പീറ്റേഴ്സ്, സെൻറ്റ് പോൾസ് പള്ളികളുണ്ടായിരുന്നു? എത്ര ഇഗ്നാത്യൂസ് പള്ളികളുണ്ടായിരുന്നു? ഇല്ല. എന്നാൽ ഇവിടുത്തെ പഴയ പള്ളികളൊക്കെ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളുണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ സബറീശോ, കാദീശന്മാരെ, കാദീശ പള്ളികൾ, അങ്ങനെയുള്ള ഒരു ഗണമുണ്ട്. ഗീവറീസ് ആചാര്യം, കുര്യാക്കോസ് ആചാര്യം മധ്യസ്ഥകളുടെ പള്ളികളുണ്ട്.
അതിലും മുമ്പ് മുതലേ കാണുന്നതാണ് മാർത്തോമൻ പള്ളികൾ. കോതമംഗലം മാർത്തോമൻ പള്ളി, മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. അത് നമ്മൾ തോമാശ്ലീഹയുടെ മക്കളായതുകൊണ്ടാണ്. അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടെ അത് ചോദിക്കാൻ ഉദ്ദേശിച്ചത് പഞ്ചതത്വങ്ങളെ കുറിച്ച് അതെ അതൊന്നുകൂടി വിശദമാക്കി. അല്ല, ആ പഞ്ചതത്വങ്ങളെ ഇപ്പൊ ഒന്നുകൂടി എടുത്ത് പറയാം. അപ്പൊ അതിനകത്ത് പഞ്ചതത്വത്തിലെ ഒന്നാണ് മാർത്തോമൻ പൈതൃകം. ഞാൻ ചോദിക്കട്ടെ, ഈ 93 വയസ്സുള്ള എൽദോ ബസേലിയോസ് കാതോലിക്കായെ മലങ്കരയിലേക്ക് വിടുന്നതിന് പകരം ഈ പാത്രിയർക്കീസിന് നേരിട്ടും കഴിയുന്ന ആളല്ലെന്നല്ലോ. അങ്ങനെ അന്നേരം അവിടെ ഒരു പാത്രിക്കീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവം അവിടെ ചെന്നു ഊറോം കൂതാശിക്ക് എന്ന് ഇപ്പൊ പാത്രിക്കീസിനെ കണ്ടു. അപ്പൊ പാത്രിക്കീസ് പറഞ്ഞിടോ താൻ അങ്ങോട്ട് പോ. ഇതൊന്നും കൃത്യമായ രേഖയുള്ള കാര്യമല്ല. ഇനി ഉണ്ടെങ്കിൽ ഈ പാത്രിക്കീസിന് 93 വയസ്സില്ലല്ലോ. അത്രയും മനപ്രയാസം ഉണ്ടായിരുന്നു ഈ പാത്രിക്കീസിന് നേരിട്ട് ഇങ്ങ് വരായിരുന്നല്ലോ. വക്കീൽ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതായത് പള്ളിയിൽ പ്രസംഗിച്ചത് പൗരസ്ത്യ കാതോലിക്ക, തോമാശ്ലീഹായുടെ പിൻഗാമി, ബസേലിയോസ് നാമധാരി, അദ്ദേഹം പാത്രിക്കീസിനെ കണ്ടപ്പോൾ പറഞ്ഞു കാണും. കാരണം ഇത് ഒരു സുറിയാനി സഭയാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞു കാണും, ഞാൻ മലങ്കരയിലേക്കൊന്ന് പോവുക. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ചരിത്ര പരാമർശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കടന്നാൽ പിന്നെയും കുഴപ്പമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അതീവ വാർദ്ധക്യത്തിൽ മലങ്കര സഭയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഇവിടെ പിതാക്കന്മാർ വന്നിരിക്കുന്നത്. അതിശക്തമായ പീഡനം, മതപരമായ പീഡനം 4-ാം നൂറ്റാണ്ട് സാപ്പോർ രണ്ടാമൻ്റെ കാലം മുതൽ നിരന്തരമായിട്ട്, അത് റോമും പേർഷ്യയും തമ്മിലുള്ള യുദ്ധം, അത് കഴിഞ്ഞ് വന്ന ഇസ്ലാം വൽക്കരണത്തിൻ്റെ ഭാഗം, അത് ഇപ്പോഴത്തെ ഇസ്ലാമോഫോബിയ എന്നല്ല ഞാനീ പറയുന്നത് കേട്ടോ. 2 അന്നത്തെ ഒരു പ്രബലമായ ഇസ്ലാം മതം 6-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തു. ആ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാം മതാനുയായികളായിട്ട് ഏതു വിധത്തിലാണെങ്കിലും മാറ്റപ്പെട്ടു. അതിശക്തമായ ക്രൈസ്തവ പീഡനമുണ്ടായി. അതിന് കൂനുമ്മക്കുരുവിനെ പോലെ വീണ്ടും ഈ ഇതിനകത്ത് തന്നെയുള്ള കാൽസിഡോണിയൻ, നോൺ കാൽസിഡോണിയൻ, ഐക്ലോസ്റ്റാറ്റിക്സ് പ്രോബ്ലം, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മറ്റ് രാഷ്ട്രീയ യുദ്ധങ്ങൾ, ഇതൊക്കെ വന്ന് സഭ അനുദിനം ഈ കിണറ്റിലെ വെള്ളം വറ്റുന്ന മാതിരി താഴോട്ട് പിടിച്ചു നിൽക്കാനൊരു മാർഗമില്ല. അനേക പിതാക്കന്മാർ ആ സമയത്തോടെ വന്നു. ഇവരെല്ലാം കൂടെ ഒരാളെ വിളിച്ചൊരു 16 പേരിങ്ങ് വരും. അവർക്കൊന്നും അവിടെ ഒരു പണിയില്ലേ? പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അവിടെ പണിയില്ല. ഇവിടെ പള്ളിയുണ്ട്, ഇവിടെ വിശ്വാസികളുണ്ട്, ഇവിടെ അവരെ ബഹുമാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എക്കാലത്തും പിതാക്കന്മാരോട് വന്നിട്ടില്ല. പിന്നെ ആ വന്നിട്ടുള്ളവരൊക്കെ മുമ്പൊന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിൽ നന്മ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അഹങ്കാരം കാണിച്ചിട്ടുള്ളവരെ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. മനസ്സിലായോ? ആ വന്നവരെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ പിൽക്കാലത്ത് യുയാക്യം ഗൂർലോസ് വന്നപ്പോൾ അദ്ദേഹം തോമാശ്ലീഹായുടെ സിംഹാസനത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുറിയാനി സഭയുടെ പാത്രിക്കീസിന്റെ സംരക്ഷണയിൽ തോമാശ്ലീഹായുടെ സ്ഥലത്തേക്ക് ഞാൻ വരുന്നു. കാരണം അദ്ദേഹം തോമാശ്ലീഹായുടെ ഇറാഖിൽ നിന്ന് വന്നയാളാണ്. മറ്റേ തുറബ്ദീൻ, മർദീൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ടില്ല ഇതുവരെ. അപ്പം അവിടുന്ന് വന്ന ആളാണ്, അല്ലാതെ അപ്പുറത്ത് അന്ത്യോക്യയിൽ നിന്ന് പോകുന്ന ആളല്ല. പാശ്ചാത്യ ലോകമായിട്ടൊരു ബന്ധമുള്ള ആളല്ല.
അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞാൻ തോമസ് ലീഗായുടെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞതാണ് യുയാക്കിം കൂർലോസ് അല്ലേ? വ്യക്തമായിട്ട് നമുക്ക് ഇപ്പം അടുത്ത കാലത്ത് ഒരു രേഖ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുറകോട്ട് പോയാലും അത് തന്നെയാണ്. ഇനി വേറൊന്നുകൂടെ പറയാം. ഈ പത്രോസ്തതിയനാണെന്ന് എനിക്ക് തോന്നി കോതമംഗലത്ത് ഇങ്ങനെ ബാവ എൽദോബ ബസേലിയൂസ് ബാവയുടെ കബറിടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അതാരാ മദ്ബഹയിൽ വെക്കാൻ പറഞ്ഞ് ഞാനിപ്പം അങ്ങോട്ട് വരും, ഞാൻ ചവിട്ടി പൊളിക്കും. ഒരു തന്ത്രപരമായിട്ട് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടെ. കാരണം ഇവിടെ ലോകം മുഴുവൻ ആദരിക്കുന്ന, ഈ സഭ മുഴുവൻ ഏറെ ബഹുമാനിക്കുന്ന എൽദോമർ ബസേലിയൂസ് ബാവയുടെ കബറിടം ചവിട്ടിപ്പൊളിക്കുമെന്ന് പറഞ്ഞ പാത്രിക്കീസ്. കാരണം എന്താ? പാത്രിക്കീസിന് ബസേലിയോസ് എന്ന് കേൾക്കരുത്. ചേർത്ത് ഈ മധുബഹയിൽ കബറടക്കുന്ന ഒരു പതിവ് ഈ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ അതും ഒരു കാരണമായി കൃത്യമായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം. യുയാക്കിം മാർ കൂർലോസ് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരുന്നു പറയാം. അതോ ഇനി പള്ളിക്കകത്ത് അടക്കാൻ കൊള്ളില്ല എന്നുള്ള ചിന്ത മുളന്തുരുത്തി പള്ളിക്ക് ഉണ്ടായിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ പുറത്താണ് അടക്കിയിരിക്കുന്നത്. എന്നാൽ ഇവാനിയോസ് ഹിദായത്തുള്ളയും മറ്റേ സകല ബാവയുടെ കൂടെ വന്ന ഗ്രീഗോറിയോസ് രണ്ടുപേരെയും മുളന്തുരുത്തി പള്ളിയുടെ മദ്ബഹയുടെ 2 വശങ്ങളിലായിട്ട് അടക്കിയത്. യുയാക്കിം കൂർലോസ് മദ്ബഹയുടെ ഇത് എന്താണ് വടക്ക് വശത്ത് അല്ലേ? പള്ളി ഒരു മനുഷ്യനെ പോലെ കാണുകയാണെങ്കിൽ പള്ളിയുടെ വടക്ക് വശത്ത് ആണ് സെപ്പറേറ്റ് കബറ്. കഴിഞ്ഞ ഓർമ്മയ്ക്ക് തിരുമേനി അവിടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പോയിന്റ് ഈ രണ്ടുമാണ്. ഒന്ന്, തോമാസ് ലീഗായുടെ സിംഹാസനത്തെ ആദരിച്ചിട്ടുണ്ട് അവിടുന്ന് വന്നിട്ടുള്ള പിതാക്കന്മാർ. അവിടുന്ന് ഇവിടെ വന്നവരൊക്കെ തോമസ് ലീഗയുടെ അവകാശികളും പിൻഗാമികളാണ് വന്നത്. ഒരു അന്ത്യോക്യ പാത്രിക്കീസ് ആദ്യം ഇവിടെ കാല് കുത്തുന്നത് 1875 അതിനു മുമ്പ് ഒരു അന്ത്യോക്യ പാത്രിക്കീസ് വന്നിട്ടില്ല. പിന്നെ മാർ തോമസ് ലീഗായെ മുതലേ അന്ത്യോക്യ പാത്രിക്കീസ് വിട്ടേന്ന് ചരിത്രം എഴുതി വയ്ക്കാം. ഓരോരുത്തരൊക്കെ വായി വന്നൊക്കെ എഴുതി വയ്ക്കാം. അതുപോലെ അകത്തുള്ള മാവ ഒരു രേഖയില്ല അന്ത്യോക്യന്ന് വന്ന ആളാണ്. അവരെങ്ങും ലിസ്റ്റിലില്ല. അപ്പോൾ അവിടുന്ന് മുതൽ അങ്ങോട്ട് അന്ത്യോക്യ ആക്കിയാൽ പിന്നെ എല്ലാം യെരുശലേം പാത്രിക്കീസ് ഇതെല്ലാം അന്ത്യോക്യ ആക്കാമല്ലോ. അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് അവിടെ വന്ന് സ്തുത്യർഹമായ സേവനം ചെയ്തൊരു വ്യക്തിയാണ്. അവരൊക്കെ സഭ ഏറെ ആദരിക്കുന്നതാണ്. ഈ പിതാക്കന്മാരെയൊക്കെ സഭ ആദരിക്കുന്നതാണ്. എന്നാൽ ഈ വിഘടിത വിഭാഗം 70കളിൽ മുതൽ, പ്രത്യേകിച്ച് 74 മുതൽ കുൽസിത മാർഗങ്ങളിലൂടെ അവിടെ മർദീനിലും കണ്ട് പോയി വട്ടവേറ്റു. വക്കീലെ, എനിക്ക് നല്ല കൃത്യമായ രേഖയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. വക്കീലിന് നാളെ മെത്രാനാണോ? ഒരു $100 പിടിച്ച് ഇവിടുന്ന് കുപ്പായൊക്കെ തയ്ച്ചിട്ട് അങ്ങനെ എന്നാൽ മതി. മനസ്സിലായേ? സാന്ദർഭികമായിട്ട് ഞാൻ പറയാം, ആർക്കും മനപ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ക്രമം മലങ്കര സഭയിൽ നടക്കുമെന്നൊരു തോന്നലൊരു കാലത്തുണ്ടായിരുന്നു. അത് നല്ല ചികിത്സ കൊടുത്ത് നിർത്തി. സുന്നകദോസാണ് വാഴിക്കുന്നത്. 2 or 3 മെത്രാന്മാർ കൂടിയല്ല വായിക്കുന്നത്, സുന്നകദോസാണ് വാഴിക്കുന്നത്. അതുപോലെ പാത്രിക്കീസ് തന്നെയല്ല വാഴിക്കേണ്ടത്. പാത്രിക്കീസിന് മലങ്കരയിലേക്ക് ഒരു മെത്രാപ്പോലീത്തെ വാഴിക്കണമെങ്കിൽ മലങ്കര സഭ ഒഫീഷ്യലായിട്ട് കത്ത് കൊടുത്തു വിട്ടിരിക്കണം. ഒരു സമന്വയത്തിൻ്റെ പാത ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പുലിക്കോട്ടിൽ 2ാമൻ്റെ കാലത്തും അത് കഴിഞ്ഞ് വട്ടശ്ശേരി തിരുമേനിയും മറ്റേ കൂർലോസ് തിരുമേനിയും കൊച്ചുപറമ്പിൽ പൗലൂസ് റമ്പാച്ചനെയും വട്ടശ്ശേരിൽ ഗീവർഗീസ് റമ്പാച്ചനെയും യെരുശലേമിലേക്ക് അയച്ചത് ഇവിടുത്തെ അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം പുലിക്കോട്ടിൽ മെത്രാച്ചൻ അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത കത്ത് കൊടുത്ത് ഇവരെ വാഴിക്കണമെന്ന് പറഞ്ഞാൽ വിട്ടത്. കാരണം ഇനി അവിടുന്ന് വാഴിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അടുത്ത ബഹളം വേണ്ട. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ സമൂഹം പൊട്ടിപ്പോകില്ലേ എന്ന് വിചാരിച്ച് ഇല്ലേ. ഇപ്പം ഒരുത്തൻ തല്ലാൻ വന്നാലേ വക്കീൽ എന്താ ചെയ്യുക? വക്കീലിനെയും കുടുംബത്തെയും തല്ലാൻ വന്നാൽ വക്കീൽ എന്താ ചെയ്യുക? മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞിനെയും ചേർത്ത്
പിടിച്ച് പ്രതിരോധിക്കും അല്ലേ? ഇതൊരു വക്കീൽ തല കൊടുക്കും, വക്കീൽ പുറം കൊടുക്കും, അടി മുഴുവൻ നമ്മൾ കൊള്ളും. പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അങ്ങനെ പ്രതിരോധിച്ച പിതാക്കന്മാരാണ് മലങ്കര സഭയ്ക്കുള്ളത്. അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് വട്ടശ്ശേരി മെത്രാച്ചൻ. പുലിക്കോട്ടിലുണ്ടാവുന്നതെന്ന് ഞാൻ വിസ്മരിച്ചിട്ട് പറയല്ല, അവരുടെ കാലത്ത് ഇത്രയും പ്രതിസന്ധിയില്ലായിരുന്നു. വട്ടശ്ശേരി മെത്രാച്ചൻ ഈ അടി മുഴുവൻ ഞാൻ കൊള്ളാം, എൻ്റെ സഭ തുണ്ടം കഷ്ണമാകരുത്, അപഹസിച്ചു, പരിഹസിച്ചു, കോങ്കണ്ണം എന്ന് വിളിച്ചു, ആനപ്പാപ്പിയെ തല്ലിക്കൊന്നു, കുത്തി വെട്ടിക്കൊന്നു. 53 വെട്ടുവെട്ടി നമുക്ക് ഈ അടുത്ത കാലത്ത് അറിയാം. അദ്ദേഹത്തിന്റെ തല 13 കഷ്ണമാക്കിയിട്ട് തല്ലിപ്പൊട്ടിച്ചു. സകല അനീതിയും പഴയ സെമിനാരി കാണിച്ചു. എന്നിട്ടും അദ്ദേഹം അങ്ങോട്ട് പോയി. കാരണം അവിടെ ചെന്ന് വർത്താനം പറഞ്ഞ് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ എൻ്റെ സമൂഹം മുറിഞ്ഞു പോവില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ വിട്ടു അടുത്ത ആളെ. ഒരു യാക്കൂബ് ഏലിയാസോ പ്രതിനിധി. അപ്പോൾ ഒരു നിധി ഇവിടെ ഇരിപ്പുണ്ടോ ഓൾറെഡി, സ്ലീവാമറസ്താത്യോസ്. അടുത്ത നിധീനെ അവിടുന്ന് വിട്ടു. ഇവിടെ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വായിക്കുന്നു പറഞ്ഞു, നിധി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ സാധനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം കൽപ്പനയില്ല. വീണ്ടും ഈ തരികട പരിപാടികൾ നോക്കി. ഇപ്പോൾ ഉള്ളൊരു പേടി ഇത് 58 ഒരു പക്ഷേ ആവർത്തിച്ചാൽ, അതുകൊണ്ടാണ് പൗലോസ് തിദിയൻ ബാവ പറഞ്ഞ തട്ടിക്കൂട്ട് സമാധാനം നടക്കുകയില്ല. ഇത് നോക്കുന്നുണ്ട്, 58 മോഡൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇതിനകത്തേക്ക് കയറുക. അപ്പം ഞങ്ങൾക്ക് ഭൂരിപക്ഷമായി. ആ പരിപ്പായാലും ചേനയായാലും ഈ കലത്തിൽ വേവില്ല, ഈ കലത്തിൽ ഇനി അതൊന്നും വേവില്ല. കൈവച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ചിലർ വിചാരിക്കും, ഓ ഈ യൂലിയോസ് മെത്രാച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരെ നമ്മൾ ഇതാക്കുന്നത്, അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ എല്ലാം ശരിയാവും. കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ സന്തോഷമാണ്. പക്ഷെ ഈ പഞ്ചതത്വങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഒന്ന്, ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്, അത് നല്ല ബോധ്യമുള്ളവൻ മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ വഴി പുറത്തേക്കുണ്ടല്ലോ, എന്തിനാ ഇതിൻ്റെ മുകളിൽ കുതിര കയറുന്നേ? ഇവിടെ എത്രയോ മറ്റു സമൂഹങ്ങളുണ്ട്. 2 പനമ്പ് വെച്ച് മറച്ചാലൊരു ഇതായില്ലേ? ഈ ഒരു മറയില്ലാണ്ട് റബ്ബർ തോട്ടത്തിൽ കുർബാന കൊള്ളിട്ടില്ലേ? അത് ചെയ്യൂ, മനസ്സിലായോ? അതുപോലെ നേരത്തെ പറഞ്ഞത് മാർത്തോമൻ പൈതൃകം, അതൊരു സത്യമല്ലേ? 336 കൊല്ലം മുമ്പ് എൽദോമ ബസേലിയോസ് ബാബു വന്നപ്പോൾ ആ പള്ളി മാർത്തോമൻ ചെറിയ പള്ളിയാണ്, പത്രോസ് പള്ളിയല്ല. ഇവിടുത്തെ പുരാതന പള്ളികൾ മുഴുവൻ മാർത്തോമൻ പള്ളികളാണ്. ഈ പിതാക്കന്മാർ മുഴുവൻ, ഇവർക്ക് ഒരു പിതാവിനെയും വേണ്ടല്ലോ. മലങ്കര സഭയിൽ ഏത് പിതാവിനെയും അവർക്ക് വേണ്ടേ? പരുമല തിരുമേനിയെ തള്ളി പറഞ്ഞാൽ ചുവടും പറയുമെന്നറിയാം. അതല്ലാതെ എന്നിട്ട് പോലും പരുമല തിരുമേനിയെ വേണ്ട പോലെ അവർ ആദരിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ പൂർവ്വകാലം മുതൽ, ഈ തോമസ് ലീഗ മുതൽ ഇന്നയോളം ഉണ്ടായിട്ടുള്ള പിതാക്കന്മാരിൽ ആരെങ്കിലും അവർക്ക് വിഷയമാണ്? അവർക്ക് മുഴുവൻ അവിടുന്ന് വന്ന വാവാമാർ മതിയല്ലോ. എന്താ ഈ ഇന്ത്യയിലുള്ളവനൊന്നും ദൈവത്തെ വിളിക്കാറിയില്ലേ? അവിടുന്ന് വരുന്ന വാവയ്ക്ക് മാത്രമാണോ, അവൻ്റെ കയ്യിലാണോ തമ്പുരാൻ്റെ ഇത് കിടക്കുന്നേ? ഇത് പറയിപ്പിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടുത്തെ മാർത്തോമാ മെത്രാപ്പോലീത്തന്മാരെ, ഇവിടുത്തെ അർക്കദേവക്കന്മാരെ ഇവരൊക്കെ വല്ല ബഹുമാനവും കാണിച്ചിട്ടുണ്ടോ? നാൾ വരെ ഇതുവരെയുള്ള മാർത്തോമാ മെത്രാപ്പോലീത്തന്മാർ കബറടങ്ങിയിരിക്കുന്ന പള്ളികളൊക്കെ ആരുടെയാണ്?
അതെല്ലാം മലങ്കര സഭയുടെ ഭാഗമല്ലേ. നിരണം പള്ളിയായാലും കടമ്പനാട് പള്ളിയായാലും കണ്ടനാട് പള്ളിയായാലും മുളന്തുരുത്തി പള്ളിയായാലും. ഇത് വക്കീലെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ നീ ഈ നാട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിതാവിനെ ഇവർ ബഹുമാനിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? ഒരുമാതിരി വല്ലാത്തൊരു തരത്തിലുള്ള ഒരു അടിമത്ത അഭിനിവേശം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ പറഞ്ഞ ഏതാണ് നമ്മുടെ സുറിയാനി പാരമ്പര്യം. സുറിയാനി പാരമ്പര്യം ആരുടെയും തറവാട്ട് സ്വത്തല്ല. അത് മാർത്തോമാ ശ്ലീഹ മുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്നിടത്ത് ഇപ്പോൾ സുറിയാനി പറഞ്ഞാൽ തല്ലിട്ടും. സിറിയ പോയിട്ടും സുറിയാനി പറഞ്ഞു നോക്ക്. ഈ പറയുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി സുറിയാനി പറഞ്ഞു നോക്ക്. തുർക്കി പോയും സുറിയാനി പറഞ്ഞു നോക്ക്. ഇപ്പൊ അവിടെ ഇതൊന്നുമില്ല. സുറിയാനി എന്ന് പറയുന്നത് നോൺ കാൽസഡോണിയൻ ഫെയ്ത്തിന്റെ ബേസ് ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആണ്. 5-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 451 ശേഷം. അതിനു മുമ്പ് ഇത് സുറിയാനി സഭകൾ എന്ന് പറയുന്നത് ഈ സത്യവിശ്വാസത്തിൽ നിലനിന്ന സഭകളുടെ ഒരു പൊതുപാരമ്പര്യമാണ്. മനസ്സിലായോ? അതല്ലാതെ അത് ആരുടെയും അല്ല. ഇപ്പം ഇംഗ്ലീഷ് ലോകത്ത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരൊക്കെ ഇംഗ്ലീഷുകാരുടെ എന്നെ രാവിലെയും വൈകിട്ട് സെല്യൂട്ട് അടിച്ചേക്കണോ? ഇറ്റ്സ് യൂണിവേഴ്സൽ ലാംഗ്വേജ്. പിന്നെ ഭരണഘടനയും കോടതി വിധികളും പറഞ്ഞല്ലോ ഭരണഘടന കൈപ്പുത്തകമാണ്. പക്ഷേ ഭരണഘടനയിലെ എല്ലാ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് ആ പേര് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പോകുന്നത് ഭരണഘടന ഇന്നത് അവരിൽ കൈപ്പുസ്തകമാണ്. പിന്നെ അത് കൈപ്പുസ്തകം ഉപയോഗിക്കുന്നവർ കൈപ്പുസ്തകത്തിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നിനക്കെന്നെ അതിൽ നട്ടം. നിനക്കത് കൈപ്പുസ്തകമാണ്. പിന്നെ നീ എന്തിനാ അതിനകത്ത് ഇതനുസരിച്ചല്ല ഇത് യോഗം നടക്കുന്നതെന്ന് പറഞ്ഞു? നിനക്ക് ഇതിനകത്ത് എന്താ കാര്യം? മനസ്സിലായി? പക്ഷെ നിനക്കും കൂടെ കാര്യമുള്ളതാണ്. കോടതി വിധികൾ നീ മാനിച്ചേ പറ്റൂ. മാനിക്കാതിരിക്കാൻ ഒക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു കോടതി വിധിയുടെ മറവിൽ അണ്ടർ ദ ബ്ലാങ്കറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ്. വളരെ ഒഫീഷ്യലായിട്ട് ഒരാളോട് പറയുകയാണ്. ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഉടനെ പറഞ്ഞു സ്റ്റോപ്പ്. കോർട്ട് ജഡ്ജ്മെൻറ്റ് ഇസ് വെരി ക്ലിയർ, ഓപ്പൺ and it is the law of the land. ഞാൻ ഒന്നുകൂടെ പറയാം. റിട്ടയർ ചെയ്ത ചില ജഡ്ജിമാരെയൊക്കെ വിളിച്ചിട്ട് എനിക്കറിയില്ല അതിൻ്റെ പുറകിലെ ചേതോവികാരം എന്താണ്. ഒരു പണിയില്ലാത്ത വക്കീലുണ്ടായിരുന്നു നേരത്തെ. വക്കീൽ അവരുടെ സ്കൂളിലെങ്ങാണ്ട് പഠിച്ചു എന്ന് പറഞ്ഞ പണ്ട്. ചാനലിൽ നിന്നിറങ്ങിയാണ് മുഴുവൻ സമയവും. ഞാൻ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. പേര് പറയാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ ഒന്നും പേര് പറയേണ്ട ആവശ്യമില്ല. കുറേ പറഞ്ഞു നോക്കി. എന്ത് ഇപ്പോൾ ഒരു വക്കീൽ പറയുന്നതിനേക്കാൾ ഇതാണ് ഈ സർക്കാർ സംവിധാനത്തിൽ നിന്ന് വളരെ ആദരണീയമായിട്ട് കാണുകയും ഇപ്പോഴും റിട്ടയർഡ് ജഡ്ജിമാർക്കൊക്കെ എന്തെങ്കിലും ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈവൻ പ്രൊട്ടക്ഷൻ പോലും കൊടുക്കും. നല്ല ആദരണീയമായൊരു പെൻഷൻ കൊടുക്കും. അങ്ങനെ മേടിക്കുന്നവരെ പിന്നെ തോന്നിയതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നീതിന്യായ സംവിധാനങ്ങളെയോ ഒന്നും ആദരിക്കാതെ വർത്താനം പറയാം. അതിൻ്റെ പുറകിലെ ചേതോ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. സാമ്പത്തികമോ പ്രലോഭനോ പലതും ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് സ്വയം വില കളയാണ്. വക്കീലായാലും ജഡ്ജി ആയാലും നിങ്ങളുടെ സ്ഥാനം സമൂഹത്തിൽ സ്വയം കളയാണ്. വേണമെങ്കിൽ മറുചോദ്യം ചോദിക്കാം, നിനക്കെന്തോ സ്ഥാനമില്ല? നമുക്കൊരു സ്ഥാനമില്ല. നമ്മുടെ സ്ഥാനം ഏതായാലും ഈ ഒരു വർഗം കാരണം ചോന്നകുപ്പായത്തിൻ്റെ മുഴുവൻ വിലവരി കളഞ്ഞു. നട്ടാക്കുരുക്കാത്ത നുണകൾ പറഞ്ഞു. മലങ്കര സഭയുടെ വളരെ സീനിയറായിട്ടുള്ളൊരു മെത്രാപ്പോലീത്ത ഒരു അതിരാവിലെ ഉള്ള സമയത്ത് അദ്ദേഹം ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അദ്ദേഹം ട്രെയിനിൽ യാത്ര അദ്ദേഹത്തിന് ഇഷ്ടമാണ്.
അത് തനിച്ച് യാത്ര ചെയ്യുന്നതാണ്. അദ്ദേഹത്തോട് പലതവണ പറഞ്ഞിരുന്നതാണ്, തിരുമേനി കൂടെ ആരെങ്കിലും ഒരാൾ ഒരു ഹെൽപ്പറെ വെച്ചോളൂ, ഇത്ര കാര്യമില്ലേ ഉള്ളൂ. ഏതായിരുന്നാലും അത് ആ പ്രളയ സമയത്താണ്, അതിരാവിലെയാണ്, കൺഫ്യൂസ്ഡായ ഒരു ഇത് സൗത്തും നോർത്തും കൂടെ തിരിയുന്ന ജംഗ്ഷനിലാണ്. തിരുമേനി പിടിവിട്ട് ഞാനത് മോർച്ചറിയിൽ പോയി പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് മുതൽ ഞാൻ അവിടെയുണ്ട്. കാരണം ഇവർ അറിഞ്ഞുകൊണ്ട് ഞാൻ ദേവലോകത്തിന് ഞാൻ അന്ന് കോട്ടയത്തുണ്ട്, ഓടിച്ചെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈ ഇവിടെ പിരിഞ്ഞൊടിഞ്ഞിരിക്കുകയാണ്. ഇടത് കാൽ ട്രാക്കിലേക്ക് പോയിട്ട് മുറിഞ്ഞ് വേർപെട്ട നിലയിലാണ്. തലയുടെ പുറകുവശം അടിച്ചാണ് വീണത്. ഒരാളെ തള്ളിയിടുകയാണെങ്കിൽ മുഖമടിച്ചല്ലേ വീഴുക. ഞാൻ പറഞ്ഞത് അതിവിടുത്തെ ക്രൈംബ്രാഞ്ചും എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായി പോസ്റ്റ്മോർട്ടവും അന്വേഷണവും എല്ലാം നടത്തി. ഇപ്പോൾ ഒരുത്തനെ വെച്ചുകൊണ്ട് വായി വന്നൊക്കെ വിളിച്ചു പറയിപ്പിക്കുക. സ്ഥിരബുദ്ധി കുറഞ്ഞിട്ടുള്ള, അതീവ വാർദ്ധക്യമായിട്ടുള്ള, സ്ഥാപിത താല്പര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് സഭയോടും പിതാക്കന്മാരോടും ഇച്ചിരി വിരോധമുള്ള, അത് ഏത് പ്രസ്ഥാനത്തിലും ഉണ്ടാവുമല്ലോ, ഉള്ള ചിലരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഫോണിൽ സംസാരിപ്പിക്കുക. അത് വിശ്വാസിയായാലും അച്ഛനായാലും ബോർ എപ്പിസ്കോപ്പയായാലും കോർ എപ്പിസ്കോപ്പയായാലും അവരെ കൊണ്ട് പോലും പറയിക്കുക. കാര്യത്തിലേക്ക് വരൂ. നമ്മൾ അവരെക്കുറിച്ച് ആരെങ്കിലും വ്യക്തിപരമായിട്ട് വല്ലതും പറയുന്നുണ്ടോ? എന്തെങ്കിലും വ്യക്തിപരാമർശം നടത്തുന്നുണ്ടോ? അങ്ങനെ നടത്തുമ്പോൾ ആരാ അപമാനിക്കപ്പെടുന്നേ? നിങ്ങൾ നിമിത്തം ക്രിസ്തു അപമാനിക്കപ്പെടുന്നു എന്ന് പൗലോസ് അതിനെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സഭ അപമാനിതയാകുന്നു. കുറെ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കും. എന്ത് നമുക്ക് കുറച്ച് പൈസ മുടക്കിയിട്ട് ഇത് ഈ പൊതു ചാനലിലിടാത്ത എൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നുള്ളൂ. അതുപോലും പറയേണ്ടി വരുന്നത് ഇങ്ങനത്തെ ഒരു ദുർഘട സാഹചര്യം വരുന്നതുകൊണ്ടാണ്. അല്ലെ എന്തിനാ ഇതൊക്കെ പറയാം? അപ്പം അത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിക്കുവാൻ, മനസ്സിലായോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് കൂട്ടൊന്നും അതേക്കുറിച്ച് പറയാനില്ല. എനിക്ക് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്, ഏറ്റവും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. സ്റ്റേ പലതും നോക്കുന്നുണ്ട്, ഇന്നേ വരെ കിട്ടിയിട്ടുമില്ല, ഇനി കിട്ടത്തുമില്ല. ദൈവത്തിൻ്റെ സഭയായത്. ഒക്ടോബർ 14 മലങ്കര സഭയ്ക്ക് ഒരു പുതിയ മലങ്കര മെത്രാപ്പോലീത്ത തിരഞ്ഞെടുക്കപ്പെടും. ഭരണഘടനാ പ്രകാരം ആ തിരഞ്ഞെടുക്കപ്പെടുന്ന മലങ്കര മെത്രാപ്പോലീത്തായെ സുന്നഹദോസ് ചേർന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സുന്നഹദോസ് അദ്ദേഹത്തെ കാതോലിക്കായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് സുന്നഹദോസ് തീരുമാനിക്കും. അത് മാനേജിംഗ് കമ്മിറ്റി ഉടനെ അറിയിക്കും. മലങ്കര സഭ ഒന്നിച്ച് കൃത്യമായൊരു സമയത്ത് അദ്ദേഹത്തെ കാതോലിക്കയായിട്ട് സ്ഥാനാരോഹണം ചെയ്യും. രണ്ടും ഒരു വ്യക്തിയാണ്. ഭരണഘടനയിൽ കൃത്യമായിട്ടത് ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയായി. അതാണ് അതിൻ്റെ രസം. സുന്നഹദോസിൻ്റെ അംഗീകാരം പോലും വേണ്ട. തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷം അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയായി. അതായത് ഒക്ടോബർ 14 പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയാണ്. കാതോലിക്കയുടെ സ്ഥാനാർത്ഥിയാണ്. കാതോലിക്കയായിട്ട് അസോസിയേഷൻ തിരഞ്ഞെടുത്ത ആളാണ്. കാതോലിക്കയാകുന്നത് അടുത്ത ദിവസം എപ്പോഴാണോ സുന്നഹദോസ് തീരുമാനിക്കുന്നതനുസരിച്ച് വാഴിക്കുമ്പോഴാണ്.
ഈ ഒക്ടോബർ 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ ഒരു യോഗം അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ, സീനിയർ വൈസ് പ്രസിഡന്റ് ഓഫ് അസോസിയേഷൻ അഭിയന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് എപ്പോഴാണ് എന്താണ് എന്ന് തീരുമാനിക്കും. അവിടെ വെച്ച് തന്നെ അന്നേരം വാഴിക്കണോ? അതിന് വാഴിക്കാം, കുഴപ്പമില്ല. മാനേജിംഗ് കമ്മിറ്റിയും കൂടെ അറിയിക്കും. അല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വാഴിക്കണോ? വാഴിക്കാം. അതൊക്കെ മലങ്കര സഭയുടെ റൈറ്റും ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കും അതിന് മുകളിലൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. അപ്പോൾ വിശ്വാസ സമൂഹം ഈ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സഭ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഏറ്റവും അനുഗ്രഹീതയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലങ്ങളിലും സഭയോട് ഉദയ്ക്കുവാൻ പൈശാചിക ശക്തികൾ ഉണ്ടായിട്ടുണ്ട്. യുവനാസ്യോസ് പെർസ്ലേബിയുടെ വിശുദ്ധ കുർബാനക്രമത്തിൽ തക്സായിൽ പറയുന്ന പോലെ എന്താ പറയുക, അദൃശ്യമായി പ്രവർത്തിക്കുന്ന സഭയോട് എതിർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികളെ നീ ഉന്മൂലനം ചെയ്യണമേ. ആ പ്രാർത്ഥന എന്നും ഉണ്ട്. ഒരു പൈശാചിക പാതാളക്കോട്ടകൾക്ക് ഈ സഭയെ വെല്ലാൻ ഒക്കുകയില്ല. ആ വിധത്തിൽ മുന്നോട്ട് പോവും. വിശ്വാസികളുടെ പ്രാർത്ഥന അതാണ് ഏറ്റവും ആവശ്യം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.